വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. നമ്മൾ മലയാളികൾക്ക് പൊതുവെ കപ്പ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ വളരെ ഇഷ്ടമാണല്ലോ. പല പല വിഭവങ്ങൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തൃശ്ശൂർ ഭാഗങ്ങളിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കപ്പ സ്റ്റ്യൂ. അവർ പറയാം കൊള്ളി സ്റ്റ്യൂ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കപ്പ സ്റ്റ്യൂ അല്ലെങ്കിൽ കൊള്ളി സ്റ്റ്യൂ ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ വലുത് നല്ല അടിപൊളി കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് ഞാൻ ആദ്യം കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 1-2 വിസിലടിച്ചാൽ നമ്മളെ കപ്പ വെന്ത് കിട്ടും. കപ്പ വെന്തതിന് ശേഷം അത് ഒന്ന് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഉപയോഗിച്ചിട്ടോ ഒന്ന് ഉടച്ചാൽ അതൊന്നും കൂടെ സോഫ്റ്റ് ആവും. പുട്ടിൽക്കാണ് ഇത് ഇവർ കഴിക്കാറ്. അപ്പോൾ പുട്ടിൽക്ക് കഴിക്കുമ്പോൾ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു പീസ് ഗാർലിക്ക്, കുറച്ച് കറിവേപ്പില എന്നിവ എടുത്ത ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു ചെറിയ പീസും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് നല്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ഈ മിശ്രിതവും അതുപോലെ തന്നെ കൂടാണ്ട് നമ്മൾ കറിവേപ്പിലയും ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി. ഇനി നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ആ ഉടച്ച് വെച്ച കപ്പയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാല ആ കപ്പയിൽ മിക്സാക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇനി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണല്ലോ ഉപയോഗിച്ചത് കപ്പ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. പിന്നെ ലാസ്റ്റായിട്ട് അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ട് ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂണും കൂടി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കപ്പ സ്റ്റ്യൂ റെഡിയായി. എനിക്കിതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കപ്പ സ്റ്റ്യൂ കഴിക്കണത് തന്നെ. ഞങ്ങളെ നാട്ടിലൊന്നും ഇതില്ല. മലബാർ ഏരിയയിലൊന്നും പ്രത്യേകിച്ച് ഈ കപ്പ സ്റ്റ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഒന്നില്ലെങ്കിൽ ബോട്ടിയും പൂളയും കപ്പയും വെക്കാറുണ്ട്, പിന്നെ ചിക്കനും കപ്പയും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് പുട്ടും പിന്നെ ഒരു സുലൈമാനിയും. വേറെ ഒന്നും നമുക്ക് വേണ്ട, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കപ്പ സ്റ്റ്യൂ ട്രൈ ചെയ്ത് നോക്കുക. കപ്പ സ്റ്റ്യൂവിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പുട്ടും കൂടെ ആകുമ്പോൾ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായി ഇനിയും വരുന്നതാണ്. ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.